എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചായയുടെ കടിയായിട്ട് ഉണ്ടാക്കാം. ചായക്കടി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. ഉണ്ടാക്കണത് മൈദമാവുണ്ട്. ഒരു അര പാത്രം മൈദമാവുണ്ട് ഒരു ബൗളിൽ. ഈ മൈദമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും 4 ഏലക്കായും ഇത് പൊടിച്ചെടുക്കണം. ആദ്യം ഇത് പൊടിച്ചിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ കൂട്ടുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബൗളിലേക്ക് കൊടുക്കാം. പൊടിച്ചു കൊടുക്കുന്നു. പഞ്ചസാരയും ഏലക്കായാണ്. നമുക്കിപ്പോൾ കുറച്ച് കൂട്ടണോ കുറയ്ക്കണോ അങ്ങനെയൊക്കെ വേണിച്ചാൽ കൂട്ടാ കുറയ്ക്കാനൊന്നും കുഴപ്പമില്ല. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എത്ര തോനെ വേണിച്ചാൽ തോന വേണമെങ്കിൽ അത് തോന ഉണ്ടാക്കാം. അധികം വേണിച്ചാൽ 1/2 കപ്പോ 1 കപ്പോ 2 കപ്പോ അങ്ങനെ എത്ര വേണിച്ചാൽ. അതിലേക്ക് പഞ്ചസാരയിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്തൊരു പാത്രം അധികം വല്ലാണ്ട് പുളി പാടില്ല, ഒരു മീഡിയം പുളിപ്പിലുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 സ്പൂണ് ചെറിയ ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് ഉപ്പും. ഇത് മാവിലൊക്കെ ഇടുന്ന സോഡാപ്പൊടിയാണ് കൊടുക്കാം. സോഡാപ്പൊടി മാവിലൊക്കെ നമുക്ക് അരക്കുമല്ലോ, അതാണ്. ചെറിയൊരു പിഞ്ചുള്ളൂ, നിറയെ ഇടേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇറക്കി കൊടുക്കാം. വല്ലാണ്ട് വെള്ളം പാടില്ല, വല്ലാണ്ട് കട്ടാവാനും പാടില്ല. നമുക്ക് നല്ല മിക്സായി കൊടുക്കാം. നല്ല ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ആവട്ടെ. നമുക്ക് എണ്ണ വെച്ചിട്ട് എണ്ണ കായട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു 5 മിനിറ്റ്, ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്ക് റെഡിയാവും. എണ്ണ ഒഴിക്കാം പാകത്തിന്. എണ്ണ ചൂടാവട്ടെ, കത്തിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി. മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയായി. അങ്ങനെ കുറേശ്ശെ ലൂസ് വേണം കൊടുക്കാൻ പാകത്തിന്. നല്ല ഇറക്കി കൊടുക്കണം. ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് ചായ കുടിക്കാനോ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം തോന്നിയാൽ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കണം. വല്ലാണ്ട് ഓവറാ തീ കത്താൻ പാടില്ല, തീ കത്തും വേണം. ഉപ്പും പുളിപ്പും മധുരവും ലൈറ്റ് എല്ലാം കൂടി ഉള്ളതാണ്. നല്ല വെന്ത് കളറൊക്കെ മാറി. പ്രത്യേക ഷേപ്പ് അങ്ങനെയൊന്നും ഇല്ല. കുറച്ചുകൂടെ വലുതാക്കിയാൽ കുറച്ച് വലുതാക്കി ഇടാം, ചെറുതാക്കിയാൽ ചെറുതാക്കി ഇടാം. അങ്ങനെ അപ്പം കോരയിട്ടാം. കുറേ നേരം പണിയൊന്നുമില്ല, ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ബോണ്ടയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു വീഡിയോയിൽ.